ദേശീയ തലത്തിൽ നോക്കിയാൽ NDA 93 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ വിവരം. 36 എന്നുള്ളതാണ്. ആ നിലയിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഓരോ മണ്ഡലവും നമ്മുടെ മുമ്പിൽ കൊല്ലത്ത് മുകേഷ് ലീഡ് ചെയ്യുന്ന വിവരം നമ്മുടെ മുമ്പിൽ 32 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. രാധാകൃഷ്ണൻ ആലത്തൂരിൽ 12 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 80 ആയിരുന്നു, 32 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട്. 12 വോട്ടിനാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നത് എന്ന വിവരം. ആ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. വയനാട്ടിൽ രാഹുൽ ലീഡ് ചെയ്യുന്നു എന്ന പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടാണ്. 12 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. 12 മിനിറ്റ് പിന്നിടുന്ന ഈ ഘട്ടത്തിലെ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. 6 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ലീഡ് ചെയ്യുന്നു എന്ന വിവരം നേരത്തെ നമ്മൾ തുടക്ക സമയത്ത് ചാലക്കുടിയിൽ ജോയിയുടെ പേരാണ് കേട്ടത്. ചാലക്കുടിയിൽ LDFന്റെ ലീഡ് 26 വോട്ടുകൾ, LDF 26, UDF 21, BJP 4, ലീഡ് 5 ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു നെക്ക് ടു നെക്ക് ലീഡാണ് കാണാൻ കഴിയുന്നത്. പോസ്റ്റൽ ബാലറ്റ് വേണ്ടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ മാത്രം ആ ലീഡ് നില മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. 12-8 LDFന് 12 ഇടങ്ങളിൽ ലീഡ്, UDFന് 8 ഇടങ്ങളിൽ പോസ്റ്റൽ ബാലറ്റുകളിൽ ലീഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഏതായാലും ഇതൊരു ആദ്യ ഫലസൂചനയായി നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നതേയല്ല. പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരംഭിക്കുന്ന ആദ്യ റൗണ്ടിൻ്റെ ഘട്ടത്തിൽ തന്നെ പലപ്പോഴും നമ്മൾക്ക് കുറെ കൂടി വ്യക്തതയോടെ ലീഡിലേക്ക് പോകാനാകും. ഇത് അനൗദ്യോഗികമായ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന കൗണ്ടിംഗ് സെൻറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വിവരങ്ങളായി സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. 10-10 എന്ന് പറയുന്ന നിലയിൽ നിൽക്കുന്നു. 10 LDF ലീഡ് ചെയ്യുന്നു, 10 UDF ലീഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ബാലറ്റിൽ എവിടെയെങ്കിലും ലീഡ് ചെയ്യുന്ന വിവരമൊന്നും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഏതാണ്ട് ആദ്യ 15 മിനിറ്റിലേക്ക് വോട്ടെണ്ണൽ കടക്കുന്ന സമയമാണ്. ആ 15 മിനിറ്റിനുള്ളിൽ 10-10 എന്ന നിലയിൽ LDF UDF ലീഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്. പാലക്കാട് വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു എന്നതാണ് പാലക്കാട് നിന്ന് വരുന്ന ആദ്യ കാസർഗോഡ് LDF 57 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുതിയതാണ്, ഇതുവരെ നമ്മൾ കേൾക്കാത്ത കാസർഗോഡും പാലക്കാട് ആദ്യ വിവരമാണ്. രണ്ടിടത്തും LDF ലീഡ് ചെയ്തു. ബാലകൃഷ്ണൻ മാസ്റ്ററും അതുപോലെ വിജയരാഘവനും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാസർഗോഡും അതുപോലെ പാലക്കാടും 57 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന് അവിടെ നിന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ. അതെ. അപ്പൊ കാസർഗോഡായി, പാലക്കാടായി. പത്തനംതിട്ടയിൽ തോമസ് ഐസക് 12 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യ ഫലം. കൊല്ലത്ത് മുകേഷ് ലീഡ് ഉയർത്തുന്നു, 40 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ 32ലേക്ക് വന്നിരുന്നു. 80 വരെ പോയ ഒരു കണക്ക് നമ്മുടെ കയ്യിൽ വന്നിരുന്നു. അതിനുശേഷം 32ആയി. അത് വീണ്ടും 40ലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിന്റെ ആദ്യ ഫലസൂചനയാണ്. അതെ. കാസർഗോഡ് സിജു കണ്ണൻ ഇത് കണ്ടില്ല എന്നോർത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 57 വോട്ടിന്, അത് പ്രധാനപ്പെട്ട പുതിയ വിവരമാണ്. 57 വോട്ടിന് കാസർഗോഡ് സിജു ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ അറിയിച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. എന്താണ് അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ? അങ്ങനെ അപ്പോൾ കാസർഗോഡ് ആവേശം കൂടി ചിലപ്പോൾ ഞാൻ ഫുട്ബോൾ കമന്ററി പറയാൻ പറയും, അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കഥാപ്രസംഗം എന്നോട് ചോദിക്കരുത്. ഇല്ല, പക്ഷെ തല്ലുണ്ടാക്കാൻ പറ്റരുത്. അത് രണ്ടുമില്ല. പക്ഷേ കൂളായി സ്മൂത്തായി കാര്യങ്ങൾ ഒരു കാര്യം പറയട്ടെ. അപ്പൊ സ്മൂത്തായി കൂളായി കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഇങ്ങോട്ട് പോരുക എന്നുള്ളതേ ഉള്ളൂ. അത് വളരെ അടിച്ചു കയറി വരണം ഇങ്ങോട്ട്. അപ്പോൾ ഏതായാലും 12-8 LDF 12 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 8 UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശക്തമായി തെരഞ്ഞെടുപ്പ് പൊന്നാനിയിൽ ലീഡിന്റെ വിവരങ്ങൾ ഒന്നുമില്ല. അതേസമയം കാസർഗോഡ് LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. പാലക്കാട് LDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമുണ്ട്. കണ്ണൂരിലെ വിവരം ആദ്യം വന്നിരുന്നു, പിന്നീട് ഒന്നും അവിടെ മാവേലിക്കരയിലും LDF ലീഡ്, അരുൺകുമാറിന് ലീഡ് എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന മറ്റൊരു വിവരം. എറണാകുളത്ത് UDF ലീഡ് ഉയർത്തുന്നുണ്ട്. പോസ്റ്റൽ വോട്ടുകളിൽ 113 വോട്ടായി അവരുടെ ലീഡ് മാറിയിരിക്കുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. ശശി തരൂർ 16 വോട്ടിന് മുന്നിൽ എന്ന് നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇടുക്കിയിൽ മുന്നിൽ ജോസിലിന്റെ വകയായിട്ടുള്ള വിവരമാണ്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് മുന്നിൽ എന്നുള്ളതാണ് ആ വിവരം. മുകേഷിന്റെ ലീഡ് നില വന്നിട്ടുണ്ട്. മുകേഷിന് 76 വോട്ടുകളാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതായത് രാജ്കുമാർ കൊല്ലത്ത് എന്ന് പറയുന്ന മുകേഷ് അണ്ണന്റെ ലീഡ് കൂടിയിട്ടുണ്ടെന്ന്. 32 വോട്ടുകൾക്കാണ് മുകേഷ് അണ്ണന്റെ ലീഡ് നിൽക്കുന്നത്. 32 മുകേഷ് അണ്ണന്റെ ലീഡും. രാജ്കുമാർ അങ്ങനെയാണ് എല്ലാവരെയും അപ്പോ 32 വോട്ടുകൾക്ക് മുകേഷ് ലീഡ് ചെയ്യുന്നുവെന്ന് രാജ്കുമാർ അണ്ണൻ കൊല്ലത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പൊ തിരിച്ച് രാജ്കുമാറിനെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. അപ്പോ നൃപൻ പറയുന്നു തരൂര് 16 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ മെല്ലെ രാവിലെ തപാൽ വോട്ടിന്റെ വിവരങ്ങളൊക്കെ വരുമ്പോൾ
നോക്കുമ്പോൾ ജോയ്സ് ജോർജ് ആണ് ആദ്യ വിവരത്തിൽ മുന്നിൽ കോട്ടയത്ത് എന്നുള്ളതാണ്. ഫ്രാൻസിസ് ജോർജ് ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു അല്ലേ? പാലായിലായിരിക്കാൻ സാധ്യതയുണ്ട്, നിന്റെ നാട്ടിലാവാൻ സാധ്യതയുണ്ട്.